ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CDSന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിയുടെ ക്ലാസ്സസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്: ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് DPSP. അപ്പം നമുക്ക് ഇതിന്റെ എല്ലാം നോട്ട്സ് അവൈലബിൾ ആണ്. പൊളിറ്റിയുടെ മാത്രമല്ല, CDS എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. ജസ്റ്റ് എനിക്ക് എന്ത് ചെയ്യുക, DM ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് അതായത് എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കർത്തവ്യങ്ങൾ അഥവാ കടമകൾ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾസ് വരുന്നത് ആർട്ടിക്കിൾ 12 to 35, അതായത് 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് മൗലിക അവകാശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ്, ഏതൊക്കെയാണ് അതിലെന്താണ് പറഞ്ഞേക്കുന്നതെന്നും കൂടെ നോക്കാം. ഞാനിതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമുക്കൊരു യൂട്യൂബ് വീഡിയോയിൽ എല്ലാം ഡിസ്കസ് ചെയ്യാന്നുള്ളത് ഇതിന് പരിധിയുണ്ട്. സോ നോട്ട്സിൽ നമ്മൾ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നാലും ഞാൻ ഇതിനകത്ത് എല്ലാം തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. അപ്പം ആർട്ടിക്കിൾ 12 to 35. ആർട്ടിക്കിൾ 12 എന്താണ്? ഡിഫെൻസ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 12 എന്ത് ചെയ്യുന്നു? ഡിഫെൻസ് ദ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 13 deals with the laws that are inconsistent with fundamental rights. ആർട്ടിക്കിൾ 13 എന്താണ്? deals with the laws that are inconsistent with fundamental rights. അപ്പൊ എന്തൊക്കെ പഠിച്ചു? പാർട്ട് 3 ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. ആർട്ടിക്കിൾ 12 to 35 ആണ് വരുന്നത്. ആർട്ടിക്കിൾ 12 എന്താണ്? ഡിഫെൻസ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 13 എന്താണ്? ഡീൽസ് വിത്ത് ദ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി നമുക്ക് നോക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി. ഇവിടെ തൊട്ടാണ് മെയിൻ ആയിട്ടുള്ള എല്ലാം തുടങ്ങുന്നത്. ആർട്ടിക്കിൾ 14 to 18 ആണ് എന്ത്? റൈറ്റ് ടു ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്താണ്? സമത്വം. റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 14 to ആർട്ടിക്കിൾ 18 വരുന്നത്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 14 ഏതാണ്? ഇക്വാലിറ്റി ബിഫോർ ലോ. ഇതൊക്കെ എന്ത് ചെയ്യണം? ഈ എല്ലാ ആർട്ടിക്കിൾസും കാണാണ്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന ആർട്ടിക്കിളിൽ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ, ഈ ആർട്ടിക്കിൾസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരുമാതിരി ഒരു 90% ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതിനകത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് പഠിക്കണം? ഈ ആർട്ടിക്കിൾസ് എല്ലാം കാണാണ്ട് പഠിച്ചു വെക്കണം. അപ്പം ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് എന്താണ്? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതാണ് എന്ത്? ആർട്ടിക്കിൾ 15 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 16 എന്താണ്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ മാറ്ററിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അതാണ് ഇത് ആർട്ടിക്കിൾ 16 ഉള്ളടക്കം വരുന്നത്. ഇനി ആർട്ടിക്കിൾ 17 ആണെങ്കിൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മേനെ അബോളിഷ് ചെയ്താണെന്ത്? ആർട്ടിക്കിൾ 17. ഇനി ആർട്ടിക്കിൾ 18 വരുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റി എന്താണ്? ആർട്ടിക്കിൾ 14 to 18 വരെ വരുന്നതാണ് ഇത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ള ടോപ്പിക് എവിടെയാണ്? ആർട്ടിക്കിൾ 40 to 80 ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 വരുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 16 വരുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇനി അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം വരുന്നത്. നമ്മളിപ്പോ എത്ര ആർട്ടിക്കിൾസ് പഠിച്ചു? ആർട്ടിക്കിൾ 12 to ആർട്ടിക്കിൾ 18 പഠിച്ചു. ഇനി റൈറ്റ് ടു ഫ്രീഡം വരുന്നത് ആർട്ടിക്കിൾ 19 to ആർട്ടിക്കിൾ 22 ആണ്. ഇതിൽ ആർട്ടിക്കിൾ 19 ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സെട്ര. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതൊക്കെയാണ് വരുന്നത്. ആർട്ടിക്കിൾ 19 ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സെട്ര. ആർട്ടിക്കിൾ 20 വരുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ആർട്ടിക്കിൾ 20 ഏതാണ് വരുന്നത്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ്
കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ഇനി ആർട്ടിക്കിൾ 21 വരുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ ആർട്ടിക്കിൾ 21 ഏതൊരു സാഹചര്യത്തിലും നിലനിൽക്കുന്ന ഒരു റൈറ്റ് ആണ് എന്ത്? ആർട്ടിക്കിൾ 21. അതായത് ഒരു നാഷണൽ എമർജൻസിയുടെ ടൈമിൽ പോലും നമുക്ക് ലഭിക്കുന്ന ഒരു അവകാശമാണ് ഏത്? ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഓർത്തു വെക്കുക. പിന്നെ ആർട്ടിക്കിൾ 21 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഒരിക്കലും മറന്നു പോരുന്നത്, എപ്പോഴും ഓർത്തു വെക്കാൻ എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 21A എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇനി ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. ആർട്ടിക്കിൾ 22 എന്താണ്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. അപ്പൊ റൈറ്റ് ടു ഫ്രീഡം എവിടെയാണ്? ആർട്ടിക്കിൾ 19 to 22 ആർട്ടിക്കിൾ 19 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സെട്ര. ആർട്ടിക്കിൾ 20 വരുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. അപ്പൊ നമ്മൾ പഠിച്ചു ആർട്ടിക്കിൾ 14 to 18 എന്താണ്? ഇക്വാലിറ്റി ആണ് വരുന്നത്. ആർട്ടിക്കിൾ 19 to 22 എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ആണ്. ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 19 to 22 റൈറ്റ് ടു ഫ്രീഡം. ഇനി അടുത്തതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അത് ഇതിനകത്താണ് വരുന്നത്? ആർട്ടിക്കിൾ 23 and 24 ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന ഉള്ളടക്കത്തിൽ വരുന്നത്. ആർട്ടിക്കിൾ 23 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ആർട്ടിക്കിൾ 24 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്. ഇതൊക്കെ എന്ത് ചെയ്യുക? കാണാണ്ട് പഠിച്ചു വെക്കുക, അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 23 and 24. ആർട്ടിക്കിൾ 23 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്. ഇനി അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അതായത് റിലീജിയസ് റൈറ്റ്സ് ഏത് ആർട്ടിക്കിൾസിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 25 to 28 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത്. അതിൽ ആർട്ടിക്കിൾ 25 എന്താണ്? ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 26 എന്താണ്? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ആർട്ടിക്കിൾ 27 ഫ്രീഡം as to payment of taxes for promotion of any particular religion. Article 28 freedom as to attendance and religious institutions or religious worship. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഓർത്തു വെക്കുക. ആർട്ടിക്കിൾ 25 to 28 വരുന്നത്. ആർട്ടിക്കിൾ 25 എന്താണ്? ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. നമുക്ക് ഇഷ്ടമുള്ള ഒരു റിലീജിയൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. ആർട്ടിക്കിൾ 27 freedom as to payment of taxes or promotion of any particular religion. Article 28 എന്താണ്? freedom as to attendance at religious instructions or religious worship. അപ്പം എന്തൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി എന്താണ്? ആർട്ടിക്കിൾ 14 to 18 14 തൊട്ട് 18 വരെയാണ് എന്ത്? റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത്. ഇനി റൈറ്റ് ടു ഫ്രീഡം വരുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 19 to 22 വരുന്നത്. പിന്നെ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 23 and 24. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് ആർട്ടിക്കിൾ 25 to 28. ഇനിയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഈ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 29 and ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 29 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആർട്ടിക്കിൾ 13 എന്താണ്? റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആർട്ടിക്കിൾ 13 എന്താണ്? റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എവിടെയാണ്? ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 29 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആർട്ടിക്കിൾ 13 എന്താണ്? റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇനി വരുന്നതാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്താണ്? ഓർത്തു വെക്കുക, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. പവർ ഓഫ് സുപ്രീം കോർട്ട് ടു ഇഷ്യൂ writs. writsനെ ഇഷ്യൂ ചെയ്യാനുള്ള സുപ്രീം കോർട്ടിന്റെ പവർ ആണ് ഇത് ആർട്ടിക്കിൾ 32 വരുന്നത്. ഏതൊക്കെ ടൈപ്സ് ആണ് writs ഉള്ളത്, എന്താണ് writs എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കും. മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൽ, ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. സോ അത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയാണ് എന്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ചാപ്റ്ററിനകത്ത് വരുന്നത്. ഒന്നുകൂടി ഓർക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 വരുന്നത്. ആർട്ടിക്കിൾസ് വരുന്നത് 12 to 35 ആണ്. ഇതിൽ ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത് ഡിഫൈൻസ് ദ സ്റ്റേറ്റ് ആണ്. ആർട്ടിക്കിൾ 13
ഡീൽസ് വിത്ത് ദ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി ആർട്ടിക്കിൾ 14 to 18 വരുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 19 to 22 വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. ആർട്ടിക്കിൾ 23 and 24 റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 25 to 28 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 29 and 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. പിന്നെ ആർട്ടിക്കിൾ 32 ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. പവർ ഓഫ് സുപ്രീം കോർട്ട് ടു ഇഷ്യൂ റിട്സ്. ഇനിയുള്ളതാണ് DPSP. എന്താണ് DPSP? DPSPയുടെ ഫുൾ ഫോം വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ്. ഇതിന്റെ മലയാളം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ് DPSP? ഇതെന്താണ്? ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന് നമ്മുടെ രാജ്യത്ത് പോളിസീസ്, ലോസ് എന്തൊക്കെ നിർമ്മിക്കുന്നതിനായിട്ട് ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ DPSPനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ. എന്താണ് നമ്മുടെ DPSPയുടെ 3 ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ? സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ. ഇതിൽ ഈ സോഷ്യലിസ്റ്റിക്കില് വരുന്ന മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഓർത്തു വെക്കുക. അത് പറയാം. വെൽഫെയർ ഓഫ് സ്റ്റേറ്റ് അതെവിടെയാണ്? സോഷ്യലിസ്റ്റിക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ്, റിസോഴ്സസ്, മീൻസ്, ഹെൽത്ത് എക്സെട്ര ഇതൊക്കെ എവിടെയാണ് വരുന്നത്? സോഷ്യലിസ്റ്റിക്കിലാണ് വരുന്നത്. ഫ്രീ ലീഗൽ എയ്ഡ്, വർക്ക്, പ്രൊഫഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ്, ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ, സെക്യൂർ ലിവിംഗ് വേജ്, പിന്നെന്താണ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്ക്സ് ഇൻ ദ മാനേജ്മെന്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇതൊക്കെയാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ സോഷ്യലിസ്റ്റിക്കില് വരുന്നത്. എന്താണ് ക്ലാസിഫിക്കേഷൻ? DPSPയുടെ ക്ലാസിഫിക്കേഷൻ വരുന്ന 3 എണ്ണമാണ്, ഓർത്തു വെക്കുക. സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ. അതിൽ സോഷ്യലിസ്റ്റിക്കിലെ മെയിൻ പോയിന്റ്സ് ഏതൊക്കെയാണ്? വെൽഫെയർ ഓഫ് സ്റ്റേറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ്, റിസോഴ്സസ്, മീൻസ്, ഹെൽത്ത് എക്സെട്ര, ഫ്രീ ലീഗൽ എയ്ഡ്, വർക്ക്, പ്രൊഫഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ്, ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ, സെക്യൂർ ലിവിംഗ് വേജ്. പിന്നെ വരുന്നതാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇനി ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഗാന്ധിയൻ അത് വരുന്ന നോക്കാം. ഏതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് എന്ന് നോക്കാം. മെയിൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചായത്ത്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എംപവർമെന്റ് ഫോർ SCs. SCസിന്റെ ഫുൾ ഫോം എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്. STസിന്റെ ഫുൾ ഫോം എന്താണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സ്. എംപവർമെന്റ് ഫോർ SCs, STs ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്. പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്ക്സ്. അപ്പൊ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ വരുന്ന ഏതൊക്കെയാണ്? പഞ്ചായത്ത്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എംപവർമെന്റ് ഫോർ SCs, STs ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്ക്സ്. ഇനി ലിബറൽ ഇന്റലക്ച്വലിൽ വരുന്ന ഏതൊക്കെയാണ്? യൂണിഫോം സിവിൽ കോഡ്, ചൈൽഡ് കെയർ ആൻഡ് എലിമെന്ററി എഡ്യൂക്കേഷൻ അപ് ടു 6 years, എവിടെയാ 6 വയസ്സ് വരെ. ഇനി അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്. ഈ പോയിന്റ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് ഏതിലാണ് വരുന്നത്? DPSPയുടെ ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്? ലിബറൽ ഇന്റലക്ച്വലാണ് വരുന്നത്. ഇതിനെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നോട്ട്സ് വേണമെന്നുള്ളവര് ജസ്റ്റ് എനിക്കൊന്ന് DM ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിലും പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഇന്റർനാഷണൽ പീസ്, കോപ്പറേഷൻ ആൻഡ് സെക്യൂരിറ്റി ഇതൊക്കെയാണ് എന്ത്? ലിബറൽ ഇന്റലക്ച്വലിൽ വരുന്നത്. ഒന്നുകൂടി നോക്കാം. എന്താണ് DPSP? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് എന്ത്? DPSP. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ എന്ന 3 രീതിയിലാണ്. DPSP എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടാണ്. DPSP വരുന്നത് പാർട്ട് 4ലാണ്. ആർട്ടിക്കിൾസ് വരുന്നത് 36 to 51 ആണ്. ഓർത്തു വെക്കുക. നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു, അതെവിടെയാണ്? ആർട്ടിക്കിൾ 12 to 35 ആണ്. അത് പാർട്ട് 3ലാണ്. ഇനി DPSP വരുന്നത് പാർട്ട് 4ലാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4ലാണ്. അതിൽ വരുന്ന ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ 36 to 51 വരെയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഇതെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന് നമ്മുടെ രാജ്യത്ത് ലോസും പോളിസീസും ഒക്കെ നിർമ്മിക്കുന്നതിനായിട്ട് ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ സോഷ്യലിസ്റ്റിക്കുകൾ വരുന്നത് എന്തൊക്കെയാണ്? വെൽഫെയർ ഓഫ് സ്റ്റേറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ലൈവ്ലിഹുഡ്, റിസോഴ്സസ്, മീൻസ്, ഹെൽത്ത് എക്സെട്ര, ഫ്രീ ലീഗൽ എയ്ഡ്, വർക്ക്, പ്രൊഫഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ്, ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ, സെക്യൂർ ലിവിംഗ് വേജ്, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇതൊക്കെയാണ് എന്ത്?
നമ്മുടെ സോഷ്യലിസ്റ്റുകൾ വരുന്നത്. ഇനി ഗാന്ധിയനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? പഞ്ചായത്ത്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എംപവർമെന്റ് ഫോർ എസ്ടീസ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് എക്സെട്ര. ഇനി ലിബറൽ ഇന്റലക്ച്വൽ വരുന്ന ഏതൊക്കെയാണ് പോയിന്റ്സ്? യൂണിഫോം സിവിൽ കോഡ്, ചൈൽഡ് കെയർ ആൻഡ് എലിമെന്ററി എഡ്യൂക്കേഷൻ അപ് ടു 6 years, agriculture and animal husbandry, environment, forest and wildlife, separation of judiciary and executive, international peace, cooperation and security. അപ്പൊ എന്താണ് DPSP എന്ന് പഠിച്ചു, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പഠിച്ചു, അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 1976 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പ്രകാരം നിലവിൽ വന്നതാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ എന്ത് ഓർത്തു വെക്കുക? 1976 എന്നുള്ള വർഷം ഓർത്തു വെക്കുക ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂട്ടത്തില്. അതുപോലെ തന്നെ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്നും കൂടെ ഓർത്തു വെക്കുക. 1976 സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ നിലവിൽ വന്ന ഒന്നാണ് എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ആർട്ടിക്കിൾ 51A എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. നമ്മൾ പഠിച്ചു ആർട്ടിക്കിൾ 36 to 51 എന്താണ്? DPSP ആണ്. ഇനി ആർട്ടിക്കിൾ 51A വരുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു, ഫണ്ടമെന്റൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? അത് നമുക്ക് കിട്ടുന്ന അവകാശങ്ങളാണ്. അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കുറച്ച് കടമകളുണ്ട്. ആ കടമകളാണ് എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുന്നതിലും കൂടുതൽ എന്താണ്? മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് നമ്മുടെ ഡ്യൂട്ടീസ് ആണ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും മനസ്സിലാക്കി വെക്കണം. കാരണം അത് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Abide by the constitution, respect the national flag and national anthem. എന്താണ്? Respect the national flag and national anthem. നാഷണൽ ഫ്ലാഗിനെ നാഷണൽ ആന്തത്തിനെ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. To cherish and follow the national ideas, to protect and uphold the sovereignty, unity and integrity, to promote harmony and spirit of brotherhood, to value and preserve the rich heritage. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ to protect the natural environment, to develop scientific temper and humanism, to save the public property, to strive towards excellence, to provide opportunity and education. ഇതൊക്കെയാണ് എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. Abide the national flag, abide by the constitution, respect the national flag and national anthem, to cherish and follow the national ideas. National ideas നെ ഫോളോ ചെയ്യണം. To protect and uphold the sovereignty, unity and integrity. Sovereignty and integrity നെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ അപ്ഹോൾഡ് ചെയ്യണം. To promote harmony and spirit of brotherhood. പ്രൊമോട്ട് ചെയ്യണം എന്തിനെ? harmony and spirit of brotherhood. To value and preserve the rich heritage. പിന്നെ എന്താണ്? To protect the natural environment, to develop the scientific temper and humanism, to save the public property. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. To strive towards excellence, to provide opportunity and education. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഓർത്തിരിക്കേണ്ട കമ്മിറ്റി ഏതാണ്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അതിന്റെ സ്വരൺ സിംഗ് കമ്മിറ്റി അതിന്റെ ഇയർ ഏതാണ്? 1976. 1976 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാനായിട്ട്. അവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ കമ്മിറ്റിയുടെ, സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എല്ലാം എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 51A എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. സോറി, ഞാൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 51A. അപ്പം നമ്മൾ പഠിച്ച 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എന്താണ്? എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ത്? ഗ്യാരണ്ടീഡ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് വരുന്നത് പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 അതിൽ ആർട്ടിക്കിൾ 14 to 18 വരുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. റൈറ്റ് ടു ഫ്രീഡം വരുന്നത് ആർട്ടിക്കിൾ 19 to ആർട്ടിക്കിൾ 22 പിന്നെ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത് ആർട്ടിക്കിൾ 23 and 24. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് ആർട്ടിക്കിൾ 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വരുന്നത് ആർട്ടിക്കിൾ 29 to 30. പിന്നെ ആർട്ടിക്കിൾ 32 എന്താണ്? പവർ ഓഫ് സുപ്രീം കോർട്ട് ടു ഇഷ്യൂ റിട്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്, മൗലിക അവകാശങ്ങൾ. ഇനി DPSP വരുമ്പോൾ DPSP എന്താണ്?
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടാണ്. ഇത് പാർട്ട് 4-ലാണ്, അല്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4-ലാണ് വരുന്നത്. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 36 to 51 ആണ് ഇവിടെ DPSPയിൽ വരുന്നത്. DPSPനെ ക്ലാസിഫൈ ചെയ്തത് 3ആയിട്ടാണ്: സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ. പിന്നെ വരുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇത് ആർട്ടിക്കിൾ 51A-ലാണ് വരുന്നത്. ഇത് 1976 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? മേക്ക് റെക്കമെൻഡേഷൻസ് അബൌട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് ഇത് എന്ത് ചെയ്തു? ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 51A-ലാണ്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് എവിടെയുണ്ട്? നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നോട്ട്സ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ പ്രൈവറ്റ് മെസ്സേജ് ചെയ്യുക. നോട്ട്സ് നമ്മൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് വേണമെന്നുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക? എന്നെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.